ദില്ലി സ്ഫോടനത്തിൽ NIA അന്വേഷണം ഊർജിതമാവുകയാണ്. ഡോക്ടർ ഷഹീനുമായി ബന്ധമുള്ള ഒരു ഡോക്ടറെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭീകരസംഘത്തിൽ പാകിസ്ഥാൻ തുർക്കി ബന്ധവും NIA അന്വേഷിക്കുന്നു. ഉമറുമായി ബന്ധമുള്ളവരെയും ചോദ്യം ചെയ്യുന്നു. നിർണായക അറസ്റ്റുകൾ ഉടനുണ്ടായേക്കും. സുനിൽ തുടരുന്നുണ്ട്. സുനിൽ, നമ്മൾ നൗഗാമിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എത്തിയാൽ ചെങ്കോട്ടയിൽ NIA അന്വേഷണം തുടരുകയാണ്. അതിർത്തി കടന്നുള്ള ബന്ധങ്ങളിലാണ് ഇപ്പോൾ NIA അന്വേഷണം നടത്തുന്നത് എന്നാണോ? അരുൺ, തീർച്ചയായും ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്വാധീനം, ജെയ്ഷെ മുഹമ്മദിന്റെ പിന്തുണ ഈ ഒരു ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഏതായാലും ഉമർ മുഹമ്മദ് ഇവിടെ സ്ഫോടനം നടത്തി. ഇപ്പോൾ ഡോക്ടർ മുസാമിൽ, ഡോക്ടർ ആദിൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ ഈ ഒരു സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇനിയും ഉണ്ടാകാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേസ് NIA ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. NIAയുടെ പ്രത്യേക സംഘം ഇപ്പോൾ ഈ രാജ്യത്തിന് പുറത്തു നിന്നുള്ള സ്വാധീനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള ബന്ധം, ഒപ്പം തന്നെ തുർക്കിയുമായുള്ള ബന്ധം, തുർക്കിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. 10-ാം തീയതിയാണ് സ്ഫോടനം നടന്നത്. 10-ാം തീയതി വൈകിട്ട് 6:52-ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയ്ക്ക് മുമ്പിലാണ്. ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഈ 5-ാമത്തെ ദിവസവും ഈ റോഡ് ഇതുവരെ തുറന്നിട്ടില്ല. അവിടെ നിന്ന് അല്പസമയം മുമ്പ് ഒരു കാറ് ഒരു ട്രക്കിൽ കയറ്റിക്കൊണ്ടു പോയിരുന്നു. ആ സ്ഫോടനത്തിൽ തകർന്ന കാറുകൾ. പക്ഷേ എന്നാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ പ്രദേശമാകെ മറച്ചു കെട്ടിയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ്. അപ്പോൾ ഈ 5-ാം ദിവസവും ഈ ചെങ്കോട്ട ഭാഗത്തേക്കുള്ള റോഡ്, വളരെ പ്രധാനപ്പെട്ട റോഡ് അടച്ച് കൊണ്ട് ഈ പ്രദേശത്തെ വാഹന ഗതാഗതമാകെ നിയന്ത്രിച്ചുകൊണ്ട് പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ആ ഒരു ടെന്റിന്റെ സമീപം വരെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, അത്രയും ദൂരം പോലും പോകാനുള്ള അനുമതിയില്ല. കാരണം ആ പ്രദേശത്ത് ഇപ്പോഴും ഈ പരിശോധന നടത്തുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഈ ഒരു സ്ഫോടനത്തിനായി ഉപയോഗിച്ച വസ്തു എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം 2 സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന് അമോണിയം നൈട്രേറ്റും പെട്രോളിയം ഉൽപ്പന്നവും കൂടി കലർത്തിയ ഒരു മിശ്രിതമാകാം, അല്ലെങ്കിൽ RDXുമായി കലർത്തിയ ഒരു മിശ്രിതമാകാം. അപ്പോൾ ഈ ഒരു സ്ഫോടക വസ്തു നിർമ്മിച്ചത് എങ്ങനെ? അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പല സാമ്പിളുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയാകാത്തൊരു സാഹചര്യത്തിലാണ് ഏതായാലും ഈ ഒരു റോഡ് ഇപ്പോഴും തുറക്കാത്തത്, ഇപ്പോഴും പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും രാജ്യത്തിന് പുറത്തു നിന്നുള്ള വലിയ ഇടപെടൽ ഈ ഒരു ഭീകരാക്രമണത്തിനും ഈ ഒരു ഭീകര നീക്കത്തിനുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്ക് കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ്. താങ്ക് യു പി. സുനിൽ രാവിലെ പ്രേക്ഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത്. നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. നൗഗാമിൽ നടന്ന സ്ഫോടനത്തിൽ 7 മരണമാണ്. അതിൽ തഹസീൽദാർ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. 30 പേരും ആശുപത്രിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭീകരാക്രമണമാണ് എന്ന സൂചനകൾ വരുന്നു. PAFF എന്ന സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുത്തു.